8-ൽ നിന്ന് 48-ലേക്ക് എത്തിയിരിക്കുകയാണ് BJP ഡൽഹിയിൽ. അങ്ങനെ 1998-ന് ശേഷം BJP ഡൽഹിയിൽ അധികാരത്തിൽ വരികയാണ്. 62 സീറ്റിൽ നിന്ന് വെറും 22 സീറ്റായിട്ട് ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ട് കുറയുന്നു. അതേസമയം കോൺഗ്രസ് തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ പൂജ്യമായി മാറുകയാണ്. കോൺഗ്രസിന്റെ സാന്നിധ്യം ആം ആദ്മി പാർട്ടിക്ക് ദോഷമായി വന്നോ എന്നുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിലും കല്ലുകടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്. BJPയുടെ വലിയ വിജയം പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇട നൽകുകയാണ്. ആരായിരിക്കും ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി? ഈ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഡൽഹിയിൽ ഭരണം പിടിച്ചെടുത്ത് BJP. ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞു. തുടർച്ചയായ 3-ാം തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വട്ടപൂജ്യം. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് സാഹിബ് സിംഗ് വർമ്മ ഡൽഹി മുഖ്യമന്ത്രിയായേക്കും. പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് പർവേഷ് സിംഗ് ന്യൂസ് 18നോട്. सरकार बन रही है मुख्यमंत्री यहाँ पर? देखिए, हमारी पार्टी में जो हमारा विधायक दल होगा वो तय करेगा, पार्टी की लीडरशिप तय करेगी. आने वाले समय में आपको पता लग जाएगा. ആം ആദ്മി പാർട്ടിയുടെ വൻ മരങ്ങൾ വീണു. കേജ്രിവാൾ നേരിട്ടത് ദയനീയ തോൽവി. ജംഗ്പുരയിൽ സിസോദിയയും ഷക്കൂർ ബസ്തിയിൽ സത്യേന്ദ്ര ജെയിനും തോറ്റു. അവസാന റൗണ്ടിൽ ജയിച്ചു കയറി മുഖ്യമന്ത്രി അതീഷി. ഡൽഹിയിലെ സകല മേഖലകളിലും വ്യക്തമായ ആധിപത്യം നേടി BJP. ജയമുറപ്പിച്ചത് സമ്പന്ന വിഭാഗങ്ങളുടെയും മധ്യവർഗത്തിന്റെയും പിന്തുണയിൽ. കോൺഗ്രസിന് കിട്ടിയ അധിക വോട്ടുകളും ആപ്പിന് വിനയായി. വിജയാഹ്ലാദം പങ്കിടാൻ വൈകിട്ട് 6:30 പ്രധാനമന്ത്രി BJP ആസ്ഥാനത്തെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ തോറ്റതിന് മിൽക്കിപ്പൂരിൽ പകരം വീട്ടി BJP. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാനു പസ്വാന് മിന്നും ജയം. സമാജ്വാദി പാർട്ടിക്കേറ്റത് കനത്ത തിരിച്ചടി. തമിഴ്നാട്ടിലെ ഈസ്റ്റ് ഈറോഡ് നിലനിർത്തി DMK. ഭൂവറി വിഷയത്തിൽ CPIയുടെ ഉടക്ക് തീർക്കാൻ CPM. LDF എല്ലാ പാർട്ടികളെയും ഉൾക്കൊള്ളുന്ന മുന്നണിയെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. മദ്യോൽപാദനം തൊഴിൽ സാധ്യത കൂട്ടുമെന്ന് വിശദീകരണം. ഡൽഹിയിൽ അങ്ങനെ 27 വർഷത്തെ ഇടവേള കഴിഞ്ഞ് BJP അധികാരത്തിലേക്ക് എത്തുകയാണ്. 3-ൽ 2 ഭൂരിപക്ഷം നേടിയാണ് ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് BJP അന്ത്യം കുറിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവർ പരാജയപ്പെട്ടു. നിലവിലെ ലീഡ് നില പ്രകാരം ആകെയുള്ള 70 മണ്ഡലങ്ങളിൽ 48 മണ്ഡലങ്ങളിൽ BJPക്കാണ് മേധാവിത്വം. ഇതിൽ BJP ജയിച്ച മണ്ഡലങ്ങളും BJP ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളും ഉൾപ്പെടുകയാണ്. 22 സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ അക്കൗണ്ടിൽ ഉള്ളത്. കോൺഗ്രസ് ഇത്തവണയും 1 സീറ്റ് പോലും നേടാനാവാത്ത നിലയിലാണ്. കേന്ദ്രത്തിൽ മോദി, ഡൽഹിയിൽ കേജ്രിവാൾ. ഇതായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളായുള്ള ഡൽഹിക്കാരുടെ മുദ്രാവാക്യം. ആ പതിവ് ഇത്തവണ ഡൽഹി മാറ്റിപ്പിടിച്ചപ്പോൾ BJP ഭരണത്തിലേക്ക്. BJPയുടെ തേരോട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖമായ അരവിന്ദ് കെജ്രിവാൾ തോറ്റു. പാർട്ടിയിലെ രണ്ടാമൻ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ നേതാക്കളും പരാജയമറിഞ്ഞു. കഴിഞ്ഞ തവണ നേടിയ 8 സിറ്റിംഗ് സീറ്റുകളും നിലനിർത്തിയാണ് BJP ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിയത്. ആകെയുള്ള 11 ജില്ലകളിൽ 9 ജില്ലകളിലും BJPക്കാണ് മേൽക്കൈ. ആം ആദ്മി പാർട്ടിക്ക് മേധാവിത്വമുള്ളത് സെൻട്രൽ ഡൽഹിയിലും സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലും മാത്രം. മധ്യവർഗം നിർണായകമായ ഡൽഹിയിൽ കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവും വോട്ടിംഗിൽ പ്രതിഫലിച്ചു. മധ്യവർഗ സ്വാധീനമുള്ള 24 മണ്ഡലങ്ങളിൽ 17ഉം BJPയെ തുണച്ചു. പഞ്ചാബി, പൂർവാഞ്ചലി മേഖലകളിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കി. തിരിച്ചടിയിലും ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനായത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെയും പിന്തുണയാണ്. തുടർച്ചയായ 3-ാം തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് MLAമാരില്ല. എന്നാൽ വോട്ട് ശതമാനം ഉയർത്താനായത് കോൺഗ്രസിനെ ആശ്വസിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയ്ക്കും ഹരിയാനയ്ക്കും പിന്നാലെ ഡൽഹി പിടിക്കാനായത് BJPക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചത് പർവേഷ്
സിംഗ് വർമ്മയാണ്. ജനങ്ങൾക്ക് നന്ദിയുണ്ടെന്നും ഇരട്ട എഞ്ചിൻ സർക്കാർ ഡൽഹിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും പർവേശ് വർമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. AAP സർക്കാരിന്റെ കാലത്തുണ്ടായ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി ആരാണെന്ന് നേതൃത്വം തീരുമാനിക്കുമെന്നും പർവേശ് വർമ്മ പറയുന്നു. देखिए, हमने अपने मैनिफेस्टो में कहा था कि जितने भी घोटाले हैं उनके ऊपर में SIT बिठाई जाएगी। तो जो भी घोटाले, एक घोटाला नहीं है, हर जो भी उन्होंने काम किया उसी में घोटाला किया, चाहे वो क्लासरूम बनाने में, चाहे वो DTC, तो हर जो भी घोटाले हैं उनकी जांच होगी और जो भी उसमें कल्प्रिट होंगे, अगर कोई ऑफिसर होगा, कोई भी आम आदमी पार्टी का नेता होगा तो उसको बख्शा नहीं जाएगा। सरकार बन रही है मुख्यमंत्री आप में? देखिए, हमारी पार्टी में जो हमारा विधायक दल होगा वो तय करेगा, पार्टी की लीडरशिप तय करेगी, आने वाले समय में आपको पता लग जाएगा। 2020 നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇത്തവണത്തെ ഡൽഹിയിലെ ജനവിധി. ആം ആദ്മി പാർട്ടിയെ തുണച്ചിരുന്ന മിക്ക മേഖലകളിലും ആധിപത്യം നേടിയത് BJPയാണ്. അടിസ്ഥാന വർഗങ്ങൾക്കിടയിലും അപ്പർ മിഡിൽ ക്ലാസുകൾക്കിടയിലും വിശ്വാസം ആർജിക്കാൻ BJP കഴിഞ്ഞു. അല്ല, മഹാരാഷ്ട്രയിലെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവിയാണ് ആം ആദ്മി പാർട്ടിയുടെ ഇത്രയും വലിയ തോൽവിക്ക് കാരണമായത്. ഡൽഹിയിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അതിനൊത്ത മുദ്രാവാക്യം ഉയർത്തി അധികാരം പിടിക്കുകയും എന്നാൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി ജനപിന്തുണ ഉറപ്പിച്ച ശേഷം കാലിടറുകയും ചെയ്ത നേതാവാണ് കേജ്രിവാൾ. അദ്ദേഹത്തിന് പിഴയ്ക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്. ഭരണത്തിൽ ശ്രദ്ധിക്കേണ്ട കേജ്രിവാളിനെ കേസിൽ കുടുക്കിയിടാനുള്ള BJP തന്ത്രവും വിജയം കാണുകയായിരുന്നു. अरविंद केजरीवाल ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति പാർട്ടി രൂപീകരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഡൽഹി മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ. തൊട്ടടുത്ത വർഷം 70-ൽ 67 സീറ്റും ജയിച്ച് അധികാരത്തിൽ. 5 വർഷത്തെ ഭരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും 70-ൽ 62 സീറ്റ് നേടി ആവർത്തിച്ച വിജയം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത അത്ഭുതം. വൺ ടൈം വണ്ടർ എന്ന ആക്ഷേപത്തിന് പഞ്ചാബിലും ഭരണം പിടിച്ചായിരുന്നു മറുപടി. പതിവ് രാഷ്ട്രീയ വഴിയിൽ നിന്ന് മാറി നടന്ന മുൻ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥൻ സാധാരണ മനുഷ്യർക്ക് രാഷ്ട്രീയ നേതാക്കളോടുള്ള എതിർപ്പും അമർഷവും തിരിച്ചറിഞ്ഞ് മുദ്രാവാക്യങ്ങൾ കണ്ടെത്തി. അണ്ണാ ഹസാരയ്ക്കൊപ്പം അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ സാധാരണക്കാരുടെ മിശിഹ പരിവേഷം. मैं अरविंद केजरीवाल ईश्वर की शपथ लेता हूं कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा. ഭരണത്തിലും പിഴച്ചില്ല. ജനപ്രിയ നടപടികളിലൂടെ ജനവിശ്വാസം കാക്കാനുള്ള ശേഷിയായിരുന്നു കൈമുതൽ. പാർട്ടിയിൽ ഏകാധിപതിയായി മാറുമ്പോഴും ജനപ്രിയ തന്ത്രങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തിയില്ല. അതിന് ഒരു പ്രത്യയശാസ്ത്രവും തടസ്സവുമായില്ല. കടുത്ത ഹിന്ദുത്വ ആശയങ്ങളിലൂടെ തന്നെ BJPയെ നേരിട്ടു. പക്ഷേ ഒടുവിൽ BJP തന്ത്രത്തിൽ കെജ്രിവാൾ എന്ന കൂർമ്മബുദ്ധിയായ രാഷ്ട്രീയക്കാരൻ വീണു. കെജ്രിവാളിനെയും പാർട്ടിയെയും കേസുകളിൽ തളച്ചിട്ടു. ഇതോടെ സമയവും ബുദ്ധിയും തന്ത്രവും കേസുകൾക്ക് പിറകെയായി. ഭരണത്തിലും പാർട്ടിയിലും ശ്രദ്ധിക്കാൻ കെജ്രിവാളിന് സമയം ഇല്ലാതെയായി. പഴയ പ്രതിച്ഛായയുടെ ആത്മവിശ്വാസത്തിൽ എല്ലാം മറികടക്കാമെന്ന് പ്രതീക്ഷിച്ചു. കെജ്രിവാൾ ജയിലിലായപ്പോൾ പാർട്ടിയെയും ഭരണത്തെയും നയിക്കാൻ രണ്ടാം നിരയിൽ മികച്ച നേതാക്കളും ഉണ്ടായിരുന്നില്ല. എല്ലാം തനിക്കൊറ്റയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിനേറ്റ അടികൂടിയാണ് ഈ ഫലം. ഹരിയാനയിലെ ഭിവാനിയിൽ ജനിച്ച 56-കാരനായ അരവിന്ദ് കെജ്രിവാളിന് മുന്നിൽ പക്ഷേ ഇനിയും കാലമുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ഡൽഹിയിലെ തോൽവിയെക്കുറിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട്. ജനവിധി അംഗീകരിക്കുന്നുവെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. अब जो जनता ने हमें निर्णय दिया है, हम न केवल एक कंस्ट्रक्टिव ऑपोजिशन का रोल निभाएंगे बल्कि हम समाज सेवा, जनता के सुख दुख में काम आना, व्यक्तिगत तौर पे जिसको भी जो ज़रूरत होगी हम लोगों के सुख दुख में हमेशा काम आएंगे. क्योंकि हम राजनीति में कोई सत्ता के लिए नहीं आए,
हम राजनीति को एक ज़रिया मानते हैं जिसके ज़रिए जनता की सेवा की जा सके, जिसके ज़रिए लोगों के सुख दुख में काम आया जा सके। वो काम हम करते रहेंगे और हमें आगे भी इसी तरह से जनता के सुख दुख में काम आना है। मैं आम आदमी पार्टी के सभी कार्यकर्ताओं को बहुत बहुत बधाई देना चाहता हूं। वो बहुत शानदार चुनाव लड़े, बहुत मेहनत की, उन्होंने बहुत कुछ सहा इस पूरे चुनाव के दौरान। उन्होंने बहुत शानदार चुनाव लड़ा। इसके लिए मैं उन सबको, सभी कार्यकर्ताओं को बहुत बहुत बधाई देना चाहता हूं। नमस्कार। ഡൽഹി മുഖ്യമന്ത്രി അതീഷി കഷ്ടിച്ചാണ് ജയിച്ചത്. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് അതീഷിയും പറയുന്നു. बाहुबल, गुंडागर्दी, मार पिटाई का सामना भी करते हुए जमीनी स्तर पे मेहनत करी और जनता तक पहुंचे। बाकी दिल्ली की जनता का जनादेश है, हमें जनादेश स्वीकार है। ये मैं अपनी सीट जीती हूं, लेकिन ये जीत का समय नहीं है, ये जंग का समय ही है। जंग जारी रहेगी भारतीय जनता पार्टी के खिलाफ, उनकी तानाशाही और उनकी गुंडागर्दी के खिलाफ। आम आदमी पार्टी हमेशा गलत के खिलाफ लड़ती आई है और हमेशा गलत के खिलाफ लड़ती रहेगी। ये जरूर एक सेटबैक है, लेकिन आम आदमी पार्टी का संघर्ष दिल्ली के लोगों के लिए, देश के लोगों के लिए कभी खत्म नहीं होगा। मैम प्लीज। വലിയ തോൽവിയാണ് ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. തോൽവി അംഗീകരിക്കുന്നുവെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കൾ പറയുന്നത്. കേജ്രിവാൾ തോറ്റു, മനീഷ് സിസോദിയ തോറ്റു, അതീഷി സിംഗ് കഷ്ടിച്ച് ജയിക്കുകയാണ് ഉണ്ടായത്. 48 സീറ്റുകളാണ് ഇപ്പോൾ BJPയുടെ അക്കൗണ്ടിലുള്ളത്. 22 സീറ്റുകൾ മാത്രം ആം ആദ്മി പാർട്ടിക്ക്. കോൺഗ്രസിന് ഒരു സീറ്റും ഇത്തവണയും നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ BJP നേതാവ് ശ്രീ പ്രിന്റു മഹാദേവൻ, ഒപ്പം മാധ്യമപ്രവർത്തകനായ ശ്രീ ശ്രീജിത്ത് D എന്നിവർ ചേരുകയാണ്. ശ്രീജിത്ത്, ഈ വിജയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? BJP 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ എത്തുന്നതിനെ. ശ്രീജിത്തിലേക്ക് വരാം. അതിനു മുമ്പ് പ്രിന്റു മഹാദേവൻ. പ്രിന്റു, എന്തായാലും തിളക്കമാർന്ന വിജയമാണ് BJPക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ പരാജയം എന്ന് പറയുന്നത് BJPയുടെ ഈ ഗ്രൗണ്ട് ലെവൽ വർക്ക് അത് നന്നായിട്ട് നടന്നു, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അത് മികച്ചതായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു അഴിമതി ഇമേജ് ആം ആദ്മി പാർട്ടിക്ക് മേൽ ചാർത്തുവാനും അത് ജനങ്ങൾക്കിടയിൽ വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാന ഘടകമായിട്ടുണ്ടല്ലോ. ഇത് പക്ഷേ അതെ, അതാണല്ലോ താങ്കളും അത് സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. പക്ഷേ ഇതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഉയർത്തിയ ആശയങ്ങൾ അതില്ലാതായിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം 27 വർഷത്തിന് ശേഷം ഇന്ദ്രപ്രസ്ഥത്തെ വീണ്ടും BJP ഇന്ദ്രപ്രസ്ഥം വരവേറ്റിയിരിക്കുകയാണ്. ഇപ്പോ ഈ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും മലീമസമാക്കിയ യമുന നദിയിൽ അത്ഭുത താമരകൾ വിരിഞ്ഞുകൊണ്ട് വീണ്ടും BJPയുടെ ഉഗ്രൻ വിജയം ഡൽഹിയിൽ ആവർത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ തിരഞ്ഞെടുപ്പ് സത്യത്തിൽ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് കൂടെ ഉണ്ടായിരുന്ന മുൻകാലത്തുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവിടുത്തെ ഒരു പറ്റം അരാജകത്വ മുന്നണികൾക്ക് കിട്ടുന്ന വലിയൊരു തിരിച്ചടിയായിട്ടാണ് BJP ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, നമുക്കൊരു അഴിമതിക്കെതിരെയുള്ള വലിയൊരു യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടാണ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച, അഴിമതി കേസിനകത്ത് വിട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും കെജ്രിവാൾ അടക്കം ജയിലിനകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ കൃത്യമായിട്ട് നമ്മൾ ആരൊക്കെയാണ് തോറ്റു എന്ന് നോക്കുന്ന സമയത്ത് അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. കാരണം ഈ ഡൽഹി അഴിമതി കേസിൽ, മദ്യനയ അഴിമതി കേസിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട സത്യേന്ദ്ര ജെയിൻ പരാജയപ്പെട്ടു, മനോജ് സിസോദിയ പരാജയപ്പെട്ടു, അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടു, സോംനാഥ് ഭാരതി പരാജയപ്പെട്ടു. ഇങ്ങനെ അഴിമതിക്കാരായിട്ടുള്ള മുഴുവൻ ആം ആദ്മി പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പരാജയപ്പെടുത്തി എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ജനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിയത്. ആ വാഗ്ദാന പെരുമഴ നൽകുന്നതോടൊപ്പം തന്നെ ഡൽഹി പോലെ ഒരുപക്ഷെ ലോകോത്തര നിലവാരത്തിൽ എത്തേണ്ട ഒരു നഗരത്തെ വളരെയധികം പിറകോട്ട് നയിക്കുന്ന നയങ്ങളാണ് ആം ആദ്മി പാർട്ടി ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ലോകത്തിൽ ന്യൂയോർക്ക് പോലെ, ടോക്കിയോ പോലെ ഒരു നഗര സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഡൽഹി. അവിടുത്തെ വ്യാവസായിക മേഖലയെ ഈ ആം ആദ്മി സർക്കാർ നശിപ്പിച്ചു. രണ്ടാമത്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മലീമസപ്പെടുന്ന ഒരു നഗരമായിട്ട് ഡൽഹിയെ മാറ്റുന്നു.
അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളോ തൊഴിൽ നൽകുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ വെള്ളവും വൈദ്യുതിയും മാത്രം സൗജന്യം നൽകിക്കൊണ്ട് ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. അവിടെയാണ് ബി.ജെ.പിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. നോക്കൂ, 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ 65,000 കോടി രൂപയുടെ വികസന നേട്ടങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത്. ആ വികസന നേട്ടങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ കൂടി ഒരു ഉണർവിലാണ് ബി.ജെ.പിയുടെ വലിയൊരു വിജയത്തിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബി.ജെ.പി അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ AI പോലെയുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബി.ജെ.പി നടത്തിയിട്ടുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻ, ആം ആദ്മി പാർട്ടി ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന അരാജകത്വത്തിന്റെ അലയൊലികൾ, ആ അലയൊലികൾ ഡൽഹിയിൽ മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ CAA ആയിക്കോട്ടെ, ഡൽഹി കലാപം ആയിക്കോട്ടെ, ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരെയാണ് വിജയിപ്പിക്കേണ്ടതെന്ന്. ഡൽഹിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തി. ഒരുപക്ഷെ ആദ്യ ആം ആദ്മി പാർട്ടിയുടെ തുടക്കത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ആന്റി കറപ്ഷൻ ആയിരുന്നു. അതോടൊപ്പം തന്നെ ദേശീയതയായിരുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വന്ദേ മാതരം ചൊല്ലിയിരുന്ന ആളുകളായിരുന്നു ഈ ആം ആദ്മി പാർട്ടിയുടെ ആളുകൾ. പിന്നീട് 5 വർഷത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗ്യമായപ്പോൾ ആം ആദ്മി പാർട്ടിക്കും ഈ പറയുന്ന കെജ്രിവാളിനും കൃത്യമായിട്ടുള്ള നയവ്യതിയാനം ഉണ്ടായി. അത് ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ രാജ്യത്തിലെ ഒറ്റുകാർക്കൊപ്പമാണ്, ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പമാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ കപടമായിട്ടുള്ള ആദർശമുഖം പൊഴിഞ്ഞു വെക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നോക്കൂ, ആദർശത്തിന്റെ ഏറ്റവും വലിയ നമ്മൾ ആദ്യമായിട്ട് കെജ്രിവാൾ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജനകീയതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു കപട ആദർശമുഖത്തെ ഡൽഹിയിലെ ജനങ്ങൾ പിച്ച് ചീന്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ആം ആദ്മി പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതൊരു ആൾക്കൂട്ടമാണ്. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീജിത്ത് ഡി, മാധ്യമപ്രവർത്തകൻ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, താങ്കൾ എങ്ങനെയാണ് ബി.ജെ.പിയുടെ ഈ ജയത്തെ വിലയിരുത്തുന്നത്? ഇപ്പോൾ പ്രിന്റ് പറയുന്നത് ഈ ആദർശമൊന്നുമില്ലാതിരുന്ന ഒരു ആൾക്കൂട്ടം മാത്രമായ ആം ആദ്മി പാർട്ടി അവരുടെ ഒരു അന്ത്യം സംഭവിച്ചു ഡൽഹിയിൽ എന്നാണ്. അതുപോലെ തന്നെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ആ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീഴുകയും ജനങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇതോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ പതനം പൂർത്തിയാവുകയും ചെയ്തുവെന്ന്. എന്താണ് താങ്കൾ ഈ ആപ്പിന്റെ ഈ പരാജയത്തെ വിലയിരുത്തുവാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ? അല്ല, നമ്മൾ കുറച്ചു കാലമായിട്ട് ഏതാണ്ട് ഒരു പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ കുറച്ച് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പരാജയം. അത് പല തലത്തിലുള്ളതായിരുന്നു. ഈ പറയുന്ന രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള മുദ്രാവാക്യം എന്തൊക്കെ പറഞ്ഞാലും അത് ഒരു തരത്തിലുള്ള ആദർശത്തിന്റെ പരിവേഷമുള്ളതായിരുന്നു. അവര് അഴിമതി വിരുദ്ധത എന്ന് പറയുന്ന ഒരു അജണ്ടയിൽ പിടിച്ചിട്ടാണ് അവരൊരു പാർട്ടി തന്നെ. അതേപോലെ തന്നെ ആം ആദ്മിയെ പറയുന്ന രീതിയിൽ തന്നെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഒരു തരത്തിൽ ആദ്യത്തെ എല്ലാ കാലത്തും അത് തുടർച്ചയായിട്ട് അവർക്ക് പാലിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഡൽഹി പോലെയുള്ള ഒരു സ്ഥലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മുതൽ അവിടുത്തെ ജുഗ്ഗികളിലും അവിടുത്തെ സാധാരണ സ്ഥലങ്ങളിലും താമസിക്കുന്ന ഒരുപക്ഷെ ദിവസവേലക്കാരോ അല്ലെങ്കിൽ മാസത്തിൽ വളരെ ചെറിയ വരുമാനം മാത്രമായിട്ടുള്ള മനുഷ്യരുടെ ഒരു ആദർശ പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടിക്ക് മാറാനായിട്ട് പറ്റി അവരുടെ നേതാവായിട്ട് അരവിന്ദ് കെജ്രിവാൾ മാറി. സ്വാഭാവികമായിട്ടും ചെറിയ ഒരു കാറിൽ വന്നിറങ്ങുന്ന കഴുത്തില് ഡൽഹിക്കാരന്മാരി തന്നെ മഫ്ലറൊക്കെ ചുറ്റിയിട്ട് ഫുൾടൈം നടക്കുന്ന ഒരു തരത്തിൽ ആളുകൾക്ക് അവരുടെ ഒരു നേതാവെന്ന് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു പ്രതിച്ഛായയും രീതിയും അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം അതിനെതിരെ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ആദർശ രാഷ്ട്രീയത്തിനെ ഒരു തകർക്കുന്നതിന് വേണ്ടിയിട്ട് ബി.ജെ.പി സ്വാഭാവികമായിട്ടും പ്ലാൻ ചെയ്യും. അവർ പ്രത്യക്ഷത്തിൽ അവര് ചെയ്യുന്ന കാര്യമാണ്. എത്രയോ വർഷമായിട്ട് കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് ഒരു പരാജയപ്പെടുകയും അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. സ്വാഭാവികമായിട്ടും അവര് വളരെ രൂക്ഷമായിട്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആഞ്ഞടിച്ചു. അവരുടെ എല്ലാ തരത്തിലുള്ള മെക്കാനിസം വെച്ചിട്ട് അവരിപ്പോ CBI ഉണ്ടാക്കുകയും അത് പക്ഷെ അരവിന്ദ് കെജ്രിവാൾ കരുതിയിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു വലിയ പോക്കറ്റുകളിൽ അത് ഒരു കാരണവശാലും അത് ഫലിക്കില്ല എന്നുള്ളത്. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രവർത്തനം അവരുടെ ഭാഗത്ത് നിന്ന് ഈ അഴിമതി കേസുകൾ വരുമ്പോഴും അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരിക്കുന്ന സമയത്ത് എല്ലാം നടന്നിരുന്നു.
പക്ഷെ അതെനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും വലിയ വിനയായത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നടത്തിയിട്ടുള്ള വലിയ പ്രചരണമാണ്. കാരണം ഒരുപക്ഷെ BJP ഈ ജില്ലകളിലോ പ്രദേശങ്ങളിലോ വലിയ പ്രചരണം ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് രാഹുൽ ഗാന്ധിയും സംഘവും വന്ന് ഈ പറയുന്ന രീതിയിൽ വളരെ ഒരു മുസ്ലിം പോക്കറ്റുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു അഴിമതിക്കാരനാണ് എന്നുള്ളത് മറ്റുള്ളൊരു പ്രചരണം നടത്തി കഴിഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കും. അപ്പോ യഥാർത്ഥത്തിൽ BJP ജയിപ്പിച്ചതിലുള്ള വലിയൊരു ക്രെഡിറ്റ് നമ്മൾ കോൺഗ്രസിന് കൂടി നൽകേണ്ടതാണ്. ശ്രീജിത്ത്, അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വോട്ട് പെർസെന്റേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ, വോട്ട് ഷെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ, ഈ മണ്ഡലങ്ങൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന വോട്ട് അത് ആം ആദ്മി പാർട്ടിയുടെ തോൽവിയെ സ്വാധീനിച്ചിട്ടില്ല. കാരണം അതിനേക്കാൾ വലിയ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾക്കാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ തോറ്റിട്ടുള്ളത്. പക്ഷേ താങ്കൾ പറഞ്ഞതിൽ അതൊരു വിഷയമാക്കി മാറ്റിയതിൽ കോൺഗ്രസ് മുന്നിട്ട് നിന്നു BJPയേക്കാൾ. അതുകൊണ്ട് ജനങ്ങൾ അത് വിശ്വാസത്തിലെടുത്തത്. അങ്ങനെ വിശ്വസിച്ച ജനങ്ങൾ BJPക്ക് പോയി വോട്ട് ചെയ്തിട്ടുമുണ്ട്. അതാണല്ലോ താങ്കളും ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ തോൽവിക്ക് കാരണമായി എന്നതല്ലല്ലോ. അല്ല 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 അപ്പൊ അത് സ്വാഭാവികമായിട്ടും നിങ്ങളൊരു പ്രചരണം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഒരു ഇലക്ഷൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ നിങ്ങൾ ഒരു പാർട്ടിക്ക് എതിരെ നടത്തുന്ന പ്രചരണം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ മറ്റൊരു ആൾ മത്സരിക്കുമ്പോൾ അവർ നടത്തുന്ന പ്രചരണത്തിൽ അവർ പിടിക്കുന്ന വോട്ടല്ല പ്രധാനമായിട്ടും വരുന്നത്. പക്ഷെ അവരുടെ പ്രചരണം ആരെയോ ലക്ഷ്യമാക്കിയുള്ളത് അവർക്കെതിരെ വരുന്ന വോട്ടുകളുടെ ഒരു അളവ് കൂടുതലാണ് അതിലൊരു പ്രധാനമായിട്ടും വരുന്നത്. അത് ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, അതൊരു വളരെ പ്രധാനമായിട്ടുള്ള കാരണമാണ്. പക്ഷെ BJP വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. RSS വളരെ കുറെ കാലത്തിന് ശേഷം ഡൽഹി കേന്ദ്രീകരിച്ച് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല BJP പൂർണ്ണമായിട്ടും ഒരു ഏറ്റവും ഡിറ്റർമൈൻഡ് ആയിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദീർഘകാലമായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദനയാണ്. കാരണം പല സ്റ്റേറ്റുകളിലും അവർക്ക് ഭരണമുണ്ട്, അവർ തുടർച്ചയായിട്ട് ദേശീയ ഭരണത്തിലേക്ക് വരുന്നു, വലിയ തരത്തിലുള്ള സ്വീകാര്യത അവർക്ക് രാഷ്ട്രീയത്തിൽ ലഭിക്കുന്നു എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ഈ തലസ്ഥാനത്ത് അവർ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ BJP തോൽപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി തുടർച്ചയായിട്ട് ജയിക്കുകയും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു പ്രസൻസ് മാത്രമായിട്ട് അവിടെ ഒതുക്കുകയും ചെയ്യുന്നു. അവരെ സംബന്ധിച്ചോളം അറിയാവുന്ന ഒരു കാര്യമാണ്, അവരുടെ വോട്ടേഴ്സ് ആണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരു വലിയ വിഭാഗം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിട്ട് കാണാവുന്നതാണ്. അവിടുത്തെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും BJP ജയിക്കുന്നതാണ്. അതിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് BJPക്ക് അവിടെ ഒരു ഹോൾഡ് ഉള്ളതാണ്. എന്നിട്ട് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാതിരിക്കുന്നത് അവരെ സംബന്ധിച്ചുള്ള ഇറിറ്റേറ്റിംഗ്. അതായത് അവിടെ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ് എന്നുള്ള വിശ്വാസം സ്ഥിരമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യുന്നവർ, അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ, അവരുടെ വോട്ട് BJPക്ക് തന്നെ കിട്ടുവാനായിട്ട് കാരണമായിട്ടുണ്ട്. അവിടെയാണ് ഈ കോൺഗ്രസിൻ്റെ ഈ ഒരു പ്രചാരണം ഏറ്റിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് BJPയെ ജയിപ്പിക്കുന്നത് ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണല്ലോ വരുന്നത്. അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതുമാണല്ലോ. തലസ്ഥാനത്ത് നിങ്ങൾ BJPയെ തിരികെ കൊണ്ടുവരുവാനാണോ ശ്രമിച്ചത് എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറയേണ്ട ഒരു സമയമായിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? സ്വാഭാവികമായിട്ടും മാത്രമല്ല, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചോളം കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കക്ഷി ആം ആദ്മി പാർട്ടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്റ്റേറ്റ് ഭരിച്ചിരുന്ന ഇന്നിപ്പോ പറയുമ്പോൾ ഭരിച്ചിരുന്ന എന്ന് പറയേണ്ടവരും, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ് ഭരിക്കുന്ന മറ്റൊരു പാർട്ടി ഈ ഇന്ത്യ മുന്നണിയിലില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു സ്ഥലത്ത് ആം ആദ്മി പാർട്ടി പോലുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ഘടകത്തിനെ അവർ വളരെ പേഴ്സണലായിട്ട് പരസ്പരം മത്സരിക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട്, കേരളത്തിൽ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് മൂന്നാമതൊരു കക്ഷി കൂടി നിലനിൽക്കെ അവിടെ നേരിട്ട് അതിരൂക്ഷമായിട്ട് നേതാക്കൾക്കെതിരെയുള്ള ഒരു പ്രചരണം നടത്തുന്നത്. ഇപ്പൊ കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയനെതിരെ മറ്റേതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധിയോ മറ്റാരോ പറയുമ്പോൾ കിട്ടുന്ന ഒരു ശ്രദ്ധയേക്കാൾ എത്രയോ കൂടുതലോ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യവുമാണ് ഡൽഹിയിൽ തന്നെ വന്നിട്ട് അരവിന്ദ് കെജ്രിവാൾ. അത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് കൂടുതൽ വിശ്വാസയോഗ്യമായി മാറുകയും ചെയ്യും. അതെ, തീർച്ചയായും.
ആ ഒരു ഘടകം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസും മറുപടി പറയേണ്ടി വളരെ വരും. വലിയതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭാവിയിൽ ഇന്ത്യ മുന്നണിയുടെ തുടർന്നുള്ള ഒരു പ്രവർത്തനത്തെയും വളരെ കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനെല്ലാം ഇവിടെ ഇവരുടെ പ്രചാരണത്തിന്റെ രീതി, കോൺഗ്രസിന്റെ പ്രചാരണത്തിന്റെ രീതി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തിട്ടുള്ളതാണ്. കാരണം അതൊരു ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ വരെ അത് ബാധിക്കാൻ പോകുന്ന കാര്യമാണ്. കാരണം സന്ദീപ് ദീക്ഷിതിനെ പോലൊരാള് നേരിട്ട് വന്നിട്ട് കെജ്രിവാളിനെതിരെ മത്സരിക്കുക, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള, അതായത് BJP ഉപയോഗിക്കുന്ന അതേ കാര്യങ്ങൾ, അതായത് BJP എന്താണോ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇമേജ്, അതായത് വാഗ്നർ കാറിൽ വന്നിറങ്ങിയ ഒരാള് ശീഷ് മഹലിൽ താമസിക്കുന്നു, ചില്ലുകൊട്ടാരത്തിൽ വന്ന് താമസിക്കുന്നു എന്ന് പറയുന്ന അതേ നരേറ്റീവ് കോൺഗ്രസ് പിന്തുടരുകയും വളരെ കാര്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തു. ശരിയാണ്, അത് ഒരു പോയിന്റാണ്. ആ കാര്യങ്ങൾ ശരിക്കും ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുമുണ്ട്. ശ്രീ പ്രിന്റു, താങ്കളും അതിനോട് യോജിക്കുകയാണല്ലോ ഇല്ലേ? കോൺഗ്രസിന്റെ ഈ പ്രചാരണം വലിയ രീതിയിൽ BJPയെ സഹായിച്ചിട്ടുണ്ട്. അല്ല, കോൺഗ്രസിന്റെ പ്രചരണം BJPയെ സഹായിച്ചെന്ന് ഞങ്ങളും അവകാശപ്പെടുന്നില്ല. കാരണം അത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കുന്ന സമയത്ത് സ്വതന്ത്രന്മാർക്ക് കിട്ടിയ വോട്ട് പോലും കോൺഗ്രസിന്റെ പല സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന ഫാക്ടർ തന്നെ ഈ വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ പറഞ്ഞത്. ശ്രീജിത്തും വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത്. വോട്ട് ഷെയർ കോൺഗ്രസിന് കുറവാണ്, പക്ഷെ ജനങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കുവാൻ ഒരു നരേഷന് വേണ്ടിയിട്ട് ഇപ്പോ BJPയുടെ വിജയത്തിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ BJP വരില്ല എന്നുള്ളൊരു നരേഷന് വേണ്ടി ബോധപൂർവ്വം ഒരു ശ്രമം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് മുമ്പത്തെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ത്രികോണ മത്സരം തന്നെയായിരുന്നല്ലോ. ഈ ത്രികോണ മത്സരമുള്ള സമയത്തും കോൺഗ്രസ് 6.7% വോട്ട് പിടിച്ചപ്പോഴും ആം ആദ്മി പാർട്ടി ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ വോട്ടിംഗ് പെർസെന്റേജും അതും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ അത് ഒരിക്കലും ഒരു രീതിയിൽ നരേഷൻ ശരിയല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ എന്ന് പറയുന്ന അഹങ്കാരിക്കും സ്വേച്ഛാധിപത്യക്കും കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം നടത്തിയൊരു വെല്ലുവിളിയുണ്ട്. നിങ്ങൾ കണ്ടിട്ടോ, ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദിജി പറഞ്ഞു, നരേന്ദ്രമോദിയുടെ ഈ ജന്മത്തിൽ ഈ ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചു. അദ്ദേഹം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ അരവിന്ദ് കെജ്രിവാൾ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് പൊതുപ്രവർത്തനം ആരംഭിച്ച വ്യക്തിത്വമാണ് നരേന്ദ്രമോദി. ആദരണീയ നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ നരേന്ദ്രമോദിയേക്കാൾ വലിയവനാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. ആ പ്രഖ്യാപനം തന്നെയാണ്, ആ പ്രഖ്യാപനത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇവിടെ സത്യസന്ധമായിട്ട് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടത് ഈ 10 വർഷത്തെ ഈ ഡൽഹിയിലെ ഭരണത്തിലെ അഴിമതി തന്നെയാണ്. ഇപ്പൊ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ശീഷ് മഹൽ എന്ന് പറയുന്ന മഹൽ, എവിടുന്നാണ് അദ്ദേഹം ഒരു കുടിസ് റൂമിൽ വന്ന് ശീഷ് മഹലിനെ മോദി പിടിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവിടുന്ന ഇദ്ദേഹത്തിനെ നമ്മൾ കാണുന്നു. മദ്യനയത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്കാരനായിട്ടുള്ള കെജ്രിവാളിനെ നമ്മൾ കാണുന്നു. ഡൽഹി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമന അഴിമതി നടത്തുന്ന കെജ്രിവാളിനെ നമ്മൾ കാണുന്നു. ആന്റി നാഷണലിസ്റ്റുകൾക്കൊപ്പം നിന്നുകൊണ്ട് CAA സമരത്തെ പിന്തുണയ്ക്കുന്ന കെജ്രിവാളിനെ നമ്മൾ കാണുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹത്തിന് ആദർശം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ആദ്യമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അഴിമതിക്ക്, ഏത് മുന്നണിക്കെതിരെയുള്ള അഴിമതിക്കെതിരെയാണ് മുന്നോട്ട് വന്നത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം UPA സർക്കാർ കോൺഗ്രസിനെതിരെയാണ് വന്നത്. പിന്നീട് ഈ കോൺഗ്രസിന്റെ ഒപ്പം നിന്നുകൊണ്ട് UPA സഖ്യത്തിന്റെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ നിൽക്കുന്നു. പിന്നീട് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിൽ പിന്മാറുന്നു. അപ്പൊ രാഷ്ട്രീയത്തിൽ നയവഞ്ചകനാണ് കെജ്രിവാൾ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിന്റെ കപട ആദർശമുഖമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ഡൽഹി എന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങൾ വന്ന് താമസിക്കുന്ന വിവിധ സ്ഥലങ്ങൾ. ഡൽഹി എന്ന് പറഞ്ഞാൽ ആരുടെയും സ്വന്തമല്ല, എന്ന എല്ലാവരുടേതുമാണ്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഡൽഹിയിലുണ്ട്. അങ്ങനെയുള്ള ബീഹാറികളായിക്കോട്ടെ, ബംഗാളികളായിക്കോട്ടെ, മറാത്തികളായിക്കോട്ടെ, പഹാഞ്ചലുകളായിക്കോട്ടെ, അവർക്കിടയിൽ BJP കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് 12ഓളം റിസർവേഷൻ സീറ്റുകളുണ്ട്. ആ 12ഓളം റിസർവേഷൻ സീറ്റുകൾ എല്ലാ കാലഘട്ടത്തിലും, ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് കുത്തകയായിരുന്നു, പിന്നീട് ആം ആദ്മി പാർട്ടിന് കുത്തകയായിരുന്നു. ഈ ഇലക്ഷനകത്ത് 12 റിസർവേഷൻ സീറ്റിനകത്ത് 9 സീറ്റിലും വിജയിച്ചത് BJP ആണ്. ന്യൂനപക്ഷ മേഖലകളിൽ BJPയുടെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഡൽഹിയിലെ അടിസ്ഥാന ജനവിഭാഗം മുതൽ മധ്യവർഗം മുതൽ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും BJPക്ക് അനുകൂലമായി ചിന്തിച്ചു. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും കേരളം ലോകം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പ് സംഘമാണെന്നുള്ള ധാരണ ഡൽഹിയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള BJPയുടെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ ഡൽഹിയുടെ ഡോർ ടു ഡോറായി പ്രവർത്തിച്ചു. അതും BJPക്ക് അനുകൂലമായിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച 65,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാനിഫെസ്റ്റോ
ആ മാനിഫെസ്റ്റോയ്ക്കകത്ത് ഞങ്ങൾ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്ന വനിതകൾക്ക് വേണ്ടി 2500 രൂപ മാസം കൊടുക്കുന്ന പദ്ധതി. അതോടൊപ്പം തന്നെ CM മാതൃത്വ യോജന, അതായത് ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 21,000 രൂപ ഒരു വർഷത്തിൽ അവരുടെ ഗർഭ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പദ്ധതികൾ. അടൽ 5 രൂപയ്ക്ക് അവിടുത്തെ ജനങ്ങൾക്ക് മീൽസ് കൊടുക്കുന്ന അടൽ ഹോട്ടലുകൾ. ഇങ്ങനെ മാനിഫെസ്റ്റോയ്ക്കകത്ത് ജനകീയമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി BJP അവതരിപ്പിച്ചു. അത് ജനങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് കെജ്രിവാളിന്റെ അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനത്തിലുള്ള വോട്ട്, അതോടൊപ്പം തന്നെ BJP മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോയ്ക്ക് കിട്ടിയിട്ടുള്ള വോട്ട്, അതോടൊപ്പം തന്നെ പുത്തൻ പ്രതീക്ഷ ഡൽഹിയിലെ ജനങ്ങൾക്കുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇന്ന് ഡൽഹി 1ാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും മലിനീകരണപ്പെടുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഡൽഹി 1ാം സ്ഥാനത്തെത്തുകയാണ്. ഇപ്പൊ യമുന നദിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ഒരു കാലം പ്യുവർ വാട്ടർ കിട്ടിയിരുന്ന യമുന നദിയിൽ മലീമസപ്പെട്ട വെള്ളം കുടിക്കാൻ വിധിക്കപ്പെട്ട ജനതയായിട്ട് ഡൽഹിയിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം BJPക്ക് അനുകൂലമായി മാറുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ഫാക്ടർ ഒരു തരത്തിലും ഇവിടെ എഫക്റ്റീവ് ആയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അത്രമാത്രം ഡൽഹി ജനതയെ സ്വാധീനിക്കാനുള്ള പറ്റുന്ന ആളുകളാണെങ്കിൽ ഒരു സീറ്റിൽ ജയിക്കണ്ടേ? ഒരു സീറ്റിനകത്ത് കോൺഗ്രസിനെ ജനങ്ങൾ ജയിപ്പിക്കേണ്ടതല്ലേ? അങ്ങനെ ഒരു സീറ്റിൽ പോലും ജയിക്കാത്ത ആളുകൾ ഈ രാഹുൽ ഗാന്ധിയുടെ വാക്ക് കേട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ നിന്നു എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. ഇവിടെ BJPയുടെ വ്യക്തമായിട്ടുള്ള സംഘടനാ സംവിധാനത്തിന്റെ, BJP മുന്നോട്ട് വെച്ച ആശയത്തിന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ ശരി ശ്രീജിത്ത്, അതായത് BJPയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ജനങ്ങൾ ആം ആദ്മി പാർട്ടിയെ പുറത്താക്കുകയായിരുന്നു, അല്ലാതെ കോൺഗ്രസിന് അതിനകത്ത് ഒരു പങ്കുമില്ല എന്നാണ് പ്രിന്റ് പറയുന്നത്. അത് മറ്റൊരു നറേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന്. കാരണം അവിടെ ഇന്ത്യ സഖ്യമായിട്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിന്നായിരുന്നുവെങ്കിൽ BJP അധികാരത്തിലേക്ക് എത്തുമായിരുന്നില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ഇങ്ങനെയുള്ള നറേഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സ്വാഭാവികമായിട്ടും BJPയുടെ നിലപാട് തന്നെയായിരിക്കുമല്ലോ. ഇതിലിപ്പോ അദ്ദേഹത്തെ തെറ്റി പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറയുന്നത് BJPയുടെ നിലപാടാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മാത്രം വിജയമാണ്, അല്ലാതെ അതിൽ മറ്റാരുടെയും ഒരു പങ്കോ വേറെ ആർക്കെങ്കിലും അതിലൊരു സഹായമുണ്ടോ എന്ന് പറയാനായിട്ടോ വിശ്വസിക്കാനായിട്ടോ അവർ തയ്യാറല്ല എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 67ഉം പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ 62ഉം സീറ്റുകളാണ് അവർക്ക് കിട്ടിയത്. ഇവരുടെ തരത്തിലുള്ള വളരെ മറ്റേ ചൂല് വെച്ച് സീപ്പ് ചെയ്ത് പോകുന്ന മാതിരത്തൊരു സീപ്പിംഗ് ആയിരുന്നു അവർക്ക് കിട്ടിയത്. അത് നിസ്സാരമായിട്ടൊരു ജയമല്ല. അവിടെ നിന്ന് ഇപ്പൊ നോക്കിയാൽ പോലും അവർക്ക് അവരുടെ ഒരു ബേസ് അവിടെ പൂർണ്ണമായിട്ടും തകർന്നിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു വലിയൊരു പ്രശ്നം വന്നത് 2 തരത്തിലേക്ക്, ഇന്നിപ്പോ ഇതിലൊരു വലിയ ഡൽഹിയിൽ നമുക്ക് അറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത തരത്തിലേക്ക് ജനങ്ങൾ 2ആയിട്ട് വിഭജിച്ചിരുന്നു. അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വർഗം അല്ലെങ്കിൽ അവരുടെ ഒരു വോട്ട് കുറച്ച് ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ, മറ്റൊരു വലിയ വിഭാഗം മിഡിൽ ക്ലാസ് ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഒരു കാലത്ത് ഒരു വലിയ ഒരു ട്രസ്റ്റ് പോയിന്റ് അവർക്കായിരുന്നു. കാരണം കെജ്രിവാളിനെ ഏറ്റവും കൂടുതൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു കക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡൽഹി പോലുള്ള സ്ഥലത്ത് ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു. അത് കാരണം മിഡിൽ ക്ലാസ്സിന്റെ ഒരാളുമായിരുന്നു അദ്ദേഹം. പക്ഷെ മിഡിൽ ക്ലാസ് പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അപ്പർ മിഡിൽ ക്ലാസ് നേരത്തെ തന്നെ പൂർണ്ണമായും BJPയുടെ കൂട്ടത്തിൽ ആളുകളായി. അങ്ങനെയുള്ള ഒരു ഇത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവനായിട്ട് കാണാം. പിന്നെ BJP ശരിക്കും ഇത്തവണ ഇലക്ഷനിൽ നമ്മൾ നേരത്തെ BJPയുടെ വക്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ ഒരു മറ്റേ മാനിഫെസ്റ്റോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാനിഫെസ്റ്റോ ആയിരുന്നു. പക്ഷെ ആ മാനിഫെസ്റ്റോയുടെ ബേസിക്സ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ മാനിഫെസ്റ്റോയുടെ എക്സ്റ്റൻഷൻ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം അവരാണ് ഈ ഐഡിയ മുഴുവൻ ഡൽഹിയിൽ കൊണ്ടുവന്ന് ആദ്യം നടപ്പാക്കിയത്. അതിന്റെ കുറച്ചുകൂടി ഒരു നല്ല അല്ലെങ്കിൽ വേറൊരു വേർഷൻ പോലെയുള്ള ഒരു കാര്യം കൊണ്ടുവന്നു. അഥവാ ഇവര് വന്നാലും BJP വന്നാലും മറ്റേ ആം ആദ്മി പാർട്ടി നൽകിയിരുന്ന സൗജന്യങ്ങൾ, നൽകിയിരുന്ന കുറെ കാര്യങ്ങൾ അത് നഷ്ടപ്പെട്ടില്ല സാധാരണ മനുഷ്യർക്ക് എന്ന് വിശ്വസിപ്പിക്കാനായിട്ട് BJPക്ക് പറ്റിയിട്ടുണ്ട് അവരുടെ മാനിഫെസ്റ്റോ വെച്ചിട്ട്. അപ്പൊ ആ രീതിയിലൊരു പല തലത്തിലുള്ള ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത്, ഒരു വലിയ വിഭാഗം ജനങ്ങൾ മറ്റേ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ട്രസ്റ്റ് ചെയ്തിരുന്നത് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള മുദ്രാവാക്യത്തിലാണ്. അത് അഴിമതി വിരുദ്ധതയിലാണ്. ആ അഴിമതി വിരുദ്ധത എന്ന് പറയുന്ന മുദ്രാവാക്യത്തിനുള്ള ഒരു തിരിച്ചടി അവർക്ക് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു.
ഈ പറയുന്ന നേതാക്കന്മാര് അരവിന്ദ് കെജ്രിവാളും സിസോദിയും അടക്കമുള്ള ആളുകൾ ജയിലിലായിരുന്നു. പലതരത്തിലുള്ള ആരോപണങ്ങളും പറയുന്ന രീതി പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീജിത്ത്. ഇപ്പോൾ ഇത് അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതാണ് എന്നുള്ള ഒരു നറേഷൻ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നുവല്ലോ. അത് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കൂടിയായിരുന്നു, പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നുള്ളത്. അതൊരു പരിധിവരെ വിജയം കാണുകയും ചെയ്തു. ഇത്രയും സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയതിൻ്റെ ഒരു കാരണമായിട്ട് വിലയിരുത്തുന്നതും അതാണല്ലോ. അപ്പോൾ ആ സമയത്തില്ലാതിരുന്ന എന്ത് അഴിമതി ഇമേജാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിരുന്നത്? അല്ല, ഡൽഹിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പൂർണ്ണമായും ബി ജെ പിക്ക് അതങ്ങനെയാണല്ലോ. അതിപ്പോൾ 2014 2019 ബി ജെ പിക്കാണ്. ആ രീതിയിലാണ് ഡൽഹിയിലെ ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അഴിമതി പ്രതിച്ഛായ അത് പ്രതിഫലിച്ചോ എന്ന കാര്യം സംശയമാണ്. അതുണ്ടാകാൻ സാധ്യത കുറവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും മറ്റ് കൺസേൺസ് ഒന്നും ഡൽഹിയിൽ പൊതുവെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇല്ല. നമുക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. ഡൽഹിയില് അത് ഈ പറഞ്ഞ രീതിയിൽ BJP അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ജനങ്ങൾ ഈ നാഷണലിസ്റ്റ് ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് അവിടെ BJPക്ക് വോട്ട് ചെയ്യുന്നത്. BJPക്ക് വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗമുണ്ട്, ആന്റി BJP ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ സഖ്യങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരാളായിരുന്നു. കാരണം അവരുടെ ജുക്കികളിൽ വെള്ളവും വെളിച്ചവും എത്തിക്കുന്ന ഒരാളായിരുന്നു കെജ്രിവാള്. അവിടെ അവർക്ക് ചുരുങ്ങിയ നിലയിലുള്ള ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം ഉണ്ടാക്കിയിരുന്നു. വൈദ്യുതിയുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടായിരുന്നു. ചെറിയ തോതിലാണെങ്കിലും നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടിയുടെ ആളുകളെ ഏത് ജുക്കിയിലും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഏതെങ്കിലും തരത്തിലൊരു ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കും എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മറ്റ് ഈ സോഷ്യൽ മീഡിയ പ്രചാരണമൊന്നും അല്ലാതെ ഈ മൗത്ത് ടു മൗത്ത് എന്ന് പറയുന്ന തരത്തിലേക്ക് ആളുകൾ പ്രചരിപ്പിച്ച് വലുതാക്കിയ ഒരു പാർട്ടിയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി. അങ്ങനെയായിരുന്നു ആളുകൾ. നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ആള് അവിടുത്തെ ഡ്രൈവറോ അവിടെയുള്ള കാര്യങ്ങളോ പറയും, അല്ലെങ്കിൽ അവിടെ ഒരു കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതീക്ഷയ്ക്കാണ് ഈ പറഞ്ഞ ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ ഡൽഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഞാൻ നേരത്തെ പറയാമെന്ന്, നിങ്ങളൊരു വലിയ വീട്ടിൽ താമസിക്കുന്നു അല്ലെങ്കിൽ മറ്റേ വലിയ ചില്ലുകൂട്ടിൽ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആൾക്കാരോട് യഥാർത്ഥത്തിൽ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവർ എത്രയോ കാലമായിട്ട് ചില്ലുകൊട്ടാരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കൂടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പമുള്ള ഒരാളാണ് എന്ന് അവർ കരുതിയിരുന്ന ഒരു വിശ്വസിച്ചിരുന്ന ഒരാള് ഒരു തരത്തിൽ മറ്റൊരു തരത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രചരണത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവർ വിശ്വസിച്ചു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ചതി സംഭവിച്ചതുപോലെ തന്നെ അവർക്ക് തോന്നുകയും, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നോർമലായിട്ട് ചൂസ് ചെയ്യുന്ന മാതിരി ഒരു BJP തന്നെ ചൂസ് ചെയ്തുകൂടാ എന്നുള്ളൊരു ആലോചന അവർക്ക് വരെ. പക്ഷെ അവിടെ ഒരു സാക്രിഫൈസ് കൂടി ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ആ സഹായങ്ങൾ, ആ സൗജന്യ സേവനങ്ങൾ അതില്ലാതാകാൻ പോവുകയാണ്. അവിടെ BJP വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഫ്രീബീസ് അതിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുകൂടിയായിരിക്കുമല്ലോ ഈ ജനത BJPയെ തിരഞ്ഞെടുക്കാമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും അങ്ങോട്ട് ഈ സൗജന്യ വാഗ്ദാനങ്ങൾ തന്നെ ഈ ഭരണത്തിലും ഇടം പിടിക്കേണ്ടി വരും. അതുകൂടി ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. BJPയുടെ ഇതിൽ മറ്റ് വാഗ്ദാനങ്ങളിൽ അത് ധാരാളമായിട്ട് ക്ഷേമ പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്, പലതരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പല മറ്റേ പണത്തിന്റെ മന്ത്ലി നൽകുന്ന പണത്തിന്റെ കാര്യം, ഗർഭിണികൾക്ക് കൊടുക്കുന്ന കാര്യം, സൗജന്യ യാത്ര, ഇതെല്ലാം മറ്റേ BJPയുടെ മാനിഫെസ്റ്റോയിലുമുണ്ട്. അത് വളരെ സജീവമായിട്ട്. അപ്പൊ ഇത് കാരണം തന്നെ അവിടുത്തെ ഒരു വലിയൊരു വോട്ട് ഷെയർ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അവിടുത്തെ ഡൽഹിയെ സംബന്ധിച്ചോളം വലിയൊരു വോട്ട് ഷെയർ ആണ് അത്. അവർ വളരെ സജീവമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അവിടുത്തെ കാര്യങ്ങൾക്ക് തീരുമാനം. ഇപ്പോൾ കെജ്രിവാളിന്റെ ഒരു ആദ്യ 2-3 ദിവസം മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റിൽ പുള്ളി ഏതാണ്ട് ഒരു 45 സീറ്റുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സ്ത്രീകൾ കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിൽ പറയുന്നത്. ആ സ്ത്രീകൾ എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയൊരു ഭാഗമാണ്. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു തലപ്പ് പ്രചരണം. ഞാൻ നേരത്തെ പ്രചരണം എടുത്തു പറയാനുള്ള കാരണം വെച്ചാൽ പ്രചരണം കൊണ്ടുണ്ടാകുന്ന പല കാര്യങ്ങളിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു നിരാശ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പോകണ്ടെന്ന് തീരുമാനിക്കാനാണ്. വളരെ കുറഞ്ഞാൽ 50% തൊട്ട് മുകളിൽ നിൽക്കുന്ന
ഒരു വോട്ടിംഗ് ശതമാനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ പല പല നിലയിൽ മറ്റേ ആം ആദ്മി പാർട്ടിയെ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ വന്നത്. അത് വളരെ അവർക്ക് തീർച്ചയായിട്ടും ദോഷം ചെയ്തിട്ടുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം അവരെ ഈ ഡൽഹിയിലെ തോൽവി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു താൽക്കാലിക പരാജയമായിട്ട് പോലും പറയാൻ പറ്റുകയില്ലല്ലോ. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചുവരവിനുള്ള അവസരം ഉള്ളതുപോലെ ആം ആദ്മി പാർട്ടിക്ക് അതിനുള്ള അവസരമുണ്ടോ? കാരണം വ്യവസ്ഥാപിത രീതിയിൽ അല്ല ആം ആദ്മി പാർട്ടിയുടെ ഉദയം, പക്ഷെ പിന്നീട് അങ്ങോട്ട് അതേ ട്രാക്കിലേക്ക് തന്നെ വീഴുന്നതായി കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് അത്ര എളുപ്പമായിരിക്കുമോ കേജ്രിവാളിന്റെ ഈ പതനം? എനിക്ക് പക്ഷെ അതിൽ ഒരു സംശയമാണ്. ചെന്നൈയിൽ സ്വാഭാവികമായിട്ടും വലിയ പാടാണ്. ഇതേപോലെ ഒരു സ്ഥലത്ത് നിന്ന്, ഡൽഹി ആയിരുന്നു അവരുടെ കേന്ദ്രം, അവിടെ ഉണ്ടായിട്ടുള്ള തകർച്ചയിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് പറയുന്നത് വളരെ വളരെ പാടായിട്ടൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ അവസാനത്തെ വോട്ട് മറ്റേ പെർസെന്റേജ് കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു 30-35% വോട്ട് അവർക്ക് ഇപ്പോഴും അവിടെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആ വോട്ട് ശതമാനം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്കും അവർക്ക് വളരാനോ അല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ട് വർക്ക് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രചരണം നടത്താനോ എല്ലാം ഇവർക്ക് സാധിക്കും. പ്രത്യേകിച്ചും പിന്നെ ഒരു സ്റ്റേറ്റ് കൂടി ഇവർക്ക് ഭരണം ഉള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും മറ്റ് പല പാർട്ടികളെയും പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലായ്മ അവർക്ക് ഇപ്പൊ ഇല്ല. മറ്റൊരു തൊട്ടടുത്ത് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഇതേപോലെ പഞ്ചാബ് ഭരണമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണഫലം കൂടി കിട്ടും. അതുകൊണ്ട് ഇത് ഒരു ആം ആദ്മി പാർട്ടിയുടെ ഒരു പരിപൂർണ പരാജയം. അല്ല, വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ അത്രമാത്രം പിന്നോട്ട് പോയിട്ടില്ല. വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ആം ആദ്മി പാർട്ടിക്ക് 43% വോട്ട് ഷെയർ വന്നിട്ടുണ്ട്. BJPക്ക് 45.92, അവരുടെ വോട്ട് ഷെയർ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴോട്ട് പോയിട്ടുണ്ട്. നേരത്തെ 50-ന് മുകളിലായിരുന്നല്ലോ. 50-ന് മുകളിലായിട്ടുണ്ട്. ഏകദേശം 9% വോട്ട് ഷെയർ താഴോട്ട് പോയിട്ടുണ്ട്. എങ്കിൽ പോലും BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3%. ഇനി കുറച്ചുകൂടി വോട്ടെണ്ണലിന്റെ അവസാന ഒരു ഫൈനൽ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിൽ കൂടി ഇപ്പോഴങ്ങനെയാണ് സ്ഥിതി. ഇതിൽ വലിയ മാറ്റം ഉണ്ടാവുകയും ഇല്ല. നിലവിൽ അങ്ങനെയാണ്. കോൺഗ്രസിനാകട്ടെ 6.39% വോട്ട്. അഥവാ കോൺഗ്രസിന്റെ മറ്റേ കഴിഞ്ഞ തവണത്തെ പെർസെന്റേജിൽ നിന്ന് അതിൽ കൂടുതലായിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റിയില്ല. അവരെ കൊണ്ട് പറ്റിയത് വലിയ പ്രചരണം നടത്താൻ മാത്രമാണ്. പ്രത്യേകിച്ച് അവരൊരു 12-14 മറ്റേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകരിച്ചിട്ടായിരുന്നു കോൺഗ്രസ് ഇത്തവണ വർക്ക് ചെയ്തിരുന്നത്. അതെല്ലാം ഏതാണ്ടൊരു മുസ്ലിങ്ങൾക്ക് ഒരു ഏതാണ്ടൊരു 30 മുതൽ 40% വരെ വോട്ടുകളുള്ള മറ്റേ കോൺസ്റ്റിറ്റ്യുവൻസികളും ഒരു ദളിത് മോസ്റ്റ് ബാക്ക്വേർഡ് മറ്റേ കമ്മ്യൂണിറ്റിയും ഉള്ള സ്ഥലങ്ങളിലായിരുന്നു അവര് കോൺസെൻട്രേറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും അവിടെ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ ജനത്തിന്റെ മനസ്സ് ഇളക്കാനായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അനിൽ ബോസ് കൂടി ശ്രീ അനിൽ ബോസ് കൂടി ചേരുകയാണ്. ശ്രീ അനിൽ ബോസ്, ഇവിടെ ശ്രീജിത്ത് ഡി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു സ്വാധീനം ആണ്. അതായത് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുവാനുള്ള ഒരു സ്വാധീനമായി പോയി കോൺഗ്രസിൻ്റെതെന്ന്. ഈ അരവിന്ദ് കേജ്രിവാളിനെതിരെയുള്ള അഴിമതി പ്രചാരണം അത് കോൺഗ്രസ് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് വിശ്വാസയോഗ്യമായി മാറുകയാണ് ഉണ്ടായത് എന്ന്. അവസാനം അരവിന്ദ് കേജ്രിവാളിന്റെ പതനത്തിനും ആം ആദ്മി പാർട്ടി വെക്കുകയും ചെയ്തു. അല്ല, നിലവിൽ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം വേറൊരു പാർട്ടിയുടെ നേതാവ് ജയിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു അസ്തിത്വം നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4% വോട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു തലത്തിൽ നിന്ന് നമ്മുടെ പാർട്ടിയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും? കാലാകാലങ്ങളിൽ നമ്മൾ സഖ്യത്തിന്റെ പേരിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് പലപ്പോഴും ഞങ്ങൾ മാത്രമായി മാറുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ ആം ആദ്മി പാർട്ടിയും ഞങ്ങളും തമ്മിൽ മത്സരിച്ചു. സഖ്യമായി നിൽക്കുമ്പോൾ തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഡൽഹിയിൽ ഞങ്ങള് തമ്മിൽ മത്സരിച്ചത് പഞ്ചാബിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളൊരു മിഷൻ ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ യോജിപ്പിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ചെറിയ കക്ഷികളാണെങ്കിലും വലിയ കക്ഷികളാണെങ്കിലും പരസ്പരം അംഗീകരിച്ചും വിട്ടുവീഴ്ച ചെയ്തും മുന്നോട്ട് പോകണം. ഇത്തവണ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്താ? ആദ്യം തന്നെയുള്ള അരവിന്ദ് കേജ്രിവാളിന്റെ ട്വീറ്റ് എന്താ? കോൺഗ്രസുമായി സഖ്യമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും, എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചവർ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ ഒരു മുന്നണി സംവിധാനം എന്നുള്ള നിലയിൽ യോജിച്ചു പോകണമെന്ന് കോൺഗ്രസ് മാത്രം ആഗ്രഹിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെ കഴിയില്ല. മാത്രമല്ല, അരവിന്ദ് കേജ്രിവാളിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ട്. അതിന്റെ കാരണം ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ തോറ്റത് കൊണ്ടോ അല്ലെ നാളെയും തോക്കുമെന്നോ അല്ലെ ഇന്നലെ തോറ്റത് കൊണ്ടോ ഒന്നും അല്ല ഞങ്ങൾ പറയുന്നത്.
കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ വാർ റൂമിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ഒരു സംവിധാനമാണ് ആം ആദ്മി കാ ശിപായി എന്ന് പറയുന്ന സംവിധാനം. ആം ആദ്മി കാ ശിപായി എന്ന് പറയുന്ന സംവിധാനം. അതിന്റെ ഹൈദരാബാദിൽ നടന്ന ഫസ്റ്റ് സെഷനിൽ പങ്കെടുത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ തന്നെ യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരെയും കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മൂല്യച്യുതിക്കെതിരായ പോരാട്ടത്തിന് തുടക്കം കുറിച്ച് രാഹുൽ ഗാന്ധിയാണ്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? നിർഭയ സംഭവം അടക്കം ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് അണ്ണാ ഹസാരയുടെ സമരത്തിന്റെ ഭാഗമായി നിന്ന് അതിന്റെ തലേ ദിവസം ഞങ്ങളോടൊപ്പം ഇരുന്ന് യോഗം കൂടിയ ആളുകൾ ഞങ്ങളെ ചതിച്ച് മറ്റൊരു സമരമുഖത്തിന് ജനപ്രീതി കിട്ടുമെന്ന് കണ്ടപ്പോൾ ആ സമരമുഖത്തേക്ക് പോകുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത്. പിന്നെ അവരത് നമ്മുടെ ആ പേര് തന്നെ അവർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ 1-2 കഷ്ണം മാറ്റിയിട്ട് നേരെ പാർട്ടി പ്രഖ്യാപിക്കുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. ജനാധിപത്യത്തിൽ ഒരാൾക്ക് മാത്രമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനവും പാർട്ടി ഉണ്ടാക്കലും ഒക്കെ പറഞ്ഞിട്ടുള്ള അവർ പാർട്ടി ഉണ്ടാക്കുന്നു. അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്കെതിരായ ഒരു മൂവ്മെന്റ് കോൺഗ്രസ് ഉയർത്തുമ്പോഴും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുമ്പോഴും എപ്പോഴും അവിടെ മൗനം പാലിക്കുകയും BJPക്ക് ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഗുജറാത്തിലെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കൂ. അതിൽ പ്രത്യേകിച്ച് ഇതിന് മുമ്പ് നടന്ന 7 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കൂ. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യമുള്ള സമയത്താണ് മുഴുവൻ സ്ഥലത്തും കൊണ്ടുപോയി ആം ആദ്മി സ്ഥാനാർത്ഥി നിർത്തി ആ വിജയം BJPക്ക് അനായാസമാക്കി കൊടുത്തത്. ഹിമാചലിൽ ഞങ്ങൾക്ക് ഗവൺമെന്റ് കിട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നേ. ആ ഹിമാചലിൽ ആം ആദ്മി പാർട്ടി ഡിമാൻഡ് ചെയ്ത ഡിമാൻഡുകൾ BJP അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവരവിടെ അന്ന് സ്ഥാനാർത്ഥി നിർത്താഞ്ഞത്. ഒരുപക്ഷെ അവർ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ അവിടെയും ഞങ്ങൾക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു, വോട്ട് ചെതറുമായിരുന്നു. ഹിമാചലിൽ വോട്ട് ചെതറിക്കാൻ അവർ പോയില്ല. കാരണം എന്താ? BJPയുമായിട്ടുള്ള നീക്കുപോക്ക് സക്സസ് ആയില്ല. എന്നാൽ ഗുജറാത്തിൽ ആ നീക്കുപോക്ക് സക്സസ് ആയി. അതിന്റെ ഫലം കോൺഗ്രസിന് പുറത്തിരിക്കേണ്ടി വന്നു. കേവലം 8 സീറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉണ്ടാകുമായിരുന്നു ഗുജറാത്തിൽ. മനസ്സിലായില്ലേ? അപ്പൊ അത്തരം പല സന്ദർഭങ്ങളാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ലല്ലോ. ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഗുജറാത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ വരവിനെ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ളതിനെ ചതിച്ചു. ഹരിയാനയിൽ സമാനമായ സാഹചര്യം ഉണ്ടായി ഇല്ലേ? ഞങ്ങൾ നേർക്കുനേരല്ലേ പഞ്ചാബിൽ മത്സരിച്ചത്, ഞങ്ങളല്ലേ ജയിച്ചത്. പക്ഷേ അവിടെ അല്ല. അപ്പോൾ ആം ആദ്മി പാർട്ടി എന്ത് ചെയ്തോ അത് കോൺഗ്രസ് തിരിച്ച് ആം ആദ്മി പാർട്ടിയോട് ചെയ്യുമ്പോൾ ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ നിങ്ങൾ രണ്ടുപേരും എതിർക്കുന്ന BJP അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണല്ലോ. അപ്പോൾ അവിടെ പക്ഷേ നിങ്ങൾ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്ത് കളയുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. ശരിയാണല്ലോ? അതിൽ അസമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകണ്ടേ? ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി നിലനിർത്തണ്ടേ? അപ്പൊ ഞങ്ങളുടെ പാർട്ടി ഒരു മുന്നണി സംവിധാനത്തിൽ പോകാൻ ആഗ്രഹിക്കുമ്പോൾ അതിനോട് യോജിപ്പില്ല, ഞങ്ങൾ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത എന്ന മുദ്രാവാക്യവും BJP വിരുദ്ധതയും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളും ഒന്നിച്ചു നിൽക്കണം. ആ ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുകയും അതിൽ മറ്റ് പല കക്ഷികളുടെയും നേതാക്കൾ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആത്മാഭിമാനം സംരക്ഷിക്കട്ടെ, ഞങ്ങൾക്ക് പോരാട്ടം നടത്തണ്ടേ. ഞങ്ങൾ BJPക്കെതിരെയാണെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതല്ല കോൺഗ്രസിന്റെ ലക്ഷ്യം. ശരിയാണ്. ഓരോരുത്തർക്കും അവരുടെ പാർട്ടി വിലപ്പെട്ടതാണ്, പാർട്ടിയുടെ നിലനിൽപ്പും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഡൽഹിയിൽ മത്സരിച്ചത് കൊണ്ട് കോൺഗ്രസ് എന്ത് നേടി ശ്രീ അനിൽ ബോസ്? അല്ല, കോൺഗ്രസ് എന്ത് നേടി എന്നുള്ളതല്ലല്ലോ. ഞങ്ങൾ നാളെ അവിടെ മുഴുവൻ ഭരണം പിടിക്കുമെന്ന് വിചാരിച്ചല്ലല്ലോ ഞങ്ങൾ മത്സരിച്ചത്. ഒരു മുന്നണി സഖ്യം വേണ്ട. ഒരു സെക്കൻഡ് മഞ്ജുഷേ, ഒരു മുന്നണി സഖ്യം വേണ്ട എന്ന് അവിടെ ഞങ്ങളെക്കാൾ കൂടുതൽ സ്വാധീനമുള്ള ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മുന്നണിയുടെ ഭാഗമായ പാർട്ടി തീരുമാനിക്കുന്നു. അപ്പൊ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് നിങ്ങൾ അങ്ങ് ജയിച്ചോ, നിങ്ങളും BJPയും കൂടെ മത്സരിക്കും, ഞങ്ങൾ കാഴ്ചക്കാരായി കരക്കിരിക്കാമെന്ന് പറയുന്നതാണോ ഞങ്ങളുടെ രാഷ്ട്രീയം? അതാണോ? ഞങ്ങൾ BJPയെയും അതുപോലെ തന്നെ ആം ആദ്മിയുടെ ചതിയുടെ രാഷ്ട്രീയത്തെയും രണ്ട് രാഷ്ട്രീയത്തെയും ഞങ്ങൾ തുറന്നു കാണിച്ചു. ഞങ്ങളെ രണ്ട് രാഷ്ട്രീയത്തിന് എന്തായാലും നിലപാടെടുത്തത് ഞങ്ങൾക്ക് അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അവസ്ഥയിൽ നിന്നും ഞങ്ങൾക്കൊന്ന് പിച്ച വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അമിതമായി അഹങ്കരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആർമാദിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലൊന്നും അല്ലല്ലോ ഞങ്ങൾ വളരെ സംഘടനാ ദൗർബല്യമുള്ള, ഞങ്ങൾ വർഷങ്ങളായി 10-17 വർഷമായി വളരെ ബുദ്ധിമുട്ടിൽ പുറത്തു നിൽക്കുന്ന ആ ഒരു രാഷ്ട്രീയ സാഹചര്യമാണെന്ന് ഞങ്ങൾക്ക് അവിടെ ഉള്ളത്. ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും തിരിച്ചു വരാൻ ഒരു സംഘടനാ സംവിധാനം രൂപപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടിയിട്ട്, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ഇനി മറ്റു പാർട്ടികളുടെ കാര്യത്തിൽ ഈ നിലപാടെടുക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും സംസ്ഥാനത്ത് മറ്റു പാർട്ടികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മത്സരിക്കരുത്, ആ വോട്ടുകൾ കൂടി സ്വരുക്കൂട്ടി നിങ്ങൾ BJPയെ തോൽപ്പിക്കണം എന്നുള്ള ആ ഫൈറ്റിൽ
ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ഇനി കോൺഗ്രസിന് പറയാൻ വോയിസ് ഇല്ല. കാരണം ഡൽഹിയിൽ നിങ്ങളുടെ നിലനിൽപ്പ് മാത്രമാണ് നോക്കിയത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഈ വാദം ഉന്നയിക്കരുത്. അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് മഞ്ജുഷിന് മനസ്സിലായില്ലല്ലോ. താങ്കളത് കേട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ സീറ്റ് ഡിവൈഡിങ്, നിലപാട്, നയം ഇതൊക്കെ പ്രധാനമാണ്. അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആം ആദ്മി പാർട്ടി അതിന്റെ നേതാവായിട്ടുള്ള കേജ്രിവാൾ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്? ഞങ്ങൾ എത്രയോ സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുന്നിൽ എത്രയോ സാക്ഷ്യപത്രം ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയും. ഓരോ സംസ്ഥാനത്തും നോക്കിക്കോളൂ, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മുഖാമുഖം എതിർക്കുന്ന CPM ഞങ്ങൾ സീറ്റ് കൊടുത്തില്ലേ? രാജസ്ഥാനിൽ വിട്ടുകൊടുത്തില്ലേ? ഞങ്ങളുടെ സിറ്റിംഗ് MP മാറ്റിയിട്ടാണ് കൊടുത്തത്. അപ്പൊ അതിനൊന്നും ഞങ്ങൾക്ക് മടിയില്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ എതിർക്കാൻ വേണ്ടി, തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ അടക്കം കൈമാറുന്നതിന് സംഭവിച്ചിട്ടുള്ളതാണ്. ശരി ശ്രീജിത്ത്, ഇതിനേക്കാൾ അപ്പുറം കോൺഗ്രസ് എന്ത് ചെയ്യണമായിരുന്നു? ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. BJPയെ ഡൽഹിയിൽ അധികാരത്തിലേറാൻ സഹായിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ള വിമർശനം വരികയാണല്ലോ. പക്ഷെ കോൺഗ്രസ് ഇതിനപ്പുറം എന്ത് ചെയ്യണമായിരുന്നു ശ്രീജിത്ത്? കോൺഗ്രസ് ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രതിപക്ഷ സഖ്യത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ ഒരു ലീഡർഷിപ്പിലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസിന്റെ ഒരു നല്ല കാലത്ത്, അതായത് 2014 മുൻപുള്ള ഒരു കാലത്തും അവർക്ക് അങ്ങനെ മറ്റേ മുന്നണികളോട്, മറ്റ് സഖ്യകക്ഷികളോട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളൊരു ശീലമൊന്നും കോൺഗ്രസിനില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. സ്പീക്കറിലൊന്നും സിറ്റിംഗ് സീറ്റൊന്നും അല്ല വിട്ടുകൊടുത്തത്. സ്പീക്കറിൽ കഴിഞ്ഞ 2 തവണയായിട്ട് അതിന് മുമ്പത്തെ 2 സീറ്റിൽ മറ്റേ BJP ആണ് ജയിച്ചത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിൽ നടത്തിയൊരു ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണിച്ചൊരു മാതൃകയാണ്. അത് കഴിയുന്നത്ര എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം ഫൈറ്റ് ചെയ്യുന്നത് ഒരു പൊതുശത്രുവിനെതിരായിട്ടുള്ളതാണെന്നുള്ളത്. അതായിരുന്നു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യത്തിൽ. ഇപ്പൊ ഇന്ത്യ മുന്നണി നമുക്കറിയാലോ, തൃണമൂൽ കോൺഗ്രസും CPM-ഉം ശിവസേനയും സമാജ്വാദി പാർട്ടിയും ഒരു പരസ്പരം യോജിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഒരു ഏക ലക്ഷ്യം എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന ഒരു നിലപാടാണ്. ഇപ്പൊ പരസ്പരം യോജിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എപ്പോഴും ചെയ്തുകൊണ്ടല്ല അവർ നിലപാട്. മറിച്ച് കഴിയുന്നത്ര നിങ്ങൾക്ക് സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ പൊതു നിലപാടായിട്ട് BJP തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ജയിക്കുക. അതായിരുന്നല്ലോ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. ആ പ്രഖ്യാപിത ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളണമായിരുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ കുറച്ചുകൂടി പേഴ്സണലാണ് കാര്യങ്ങൾ. സന്ദീപ് ദീക്ഷിതിന് ഈ പറഞ്ഞ രീതിയിൽ ഷീലാ ദീക്ഷിതിനോട് ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അവസാനം ഈ പറഞ്ഞ രീതിയിൽ അവരുടെ മറ്റേ രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് ഇല്ലാതാവുന്ന തരത്തിലേക്ക് നടത്തിയിട്ടുള്ള അവരുടെ പ്രചരണങ്ങൾക്കുള്ള പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ അവിടെ പലതരത്തിൽ പലർക്കും കോൺഗ്രസ് നേതൃത്വത്തിന് സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയാണ് അവരെ സംബന്ധിച്ച് മുഖ്യ ശത്രുവായിട്ടുള്ളത്, പ്രാദേശിക നേതാക്കളെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണമായിരുന്നോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം യുക്തിപൂർവ്വം തീരുമാനിക്കേണ്ടതായിരുന്നു ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് ഇതൊരു ഈ സഖ്യത്തിന്റെ, ഇന്ത്യ മുന്നണി ഒരു സഖ്യത്തിന്റെ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ആരോഗ്യമാണോ പ്രധാനം, അഥവാ വലിയ സീറ്റുകൾ, വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല, അതായത് 4.5 മറ്റോ ശതമാനം ഉണ്ടായിരുന്നത് കഷ്ടി 6ലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് ഒരു അത്ര അപ്രസക്തമായിട്ടുള്ളൊരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് വളരാൻ വേണ്ടിയിട്ട് ഇത്രമാത്രമായിട്ടുള്ളൊരു പ്രചരണവും പരിപാടിയും നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ സഖ്യത്തിൽ ഉള്ള ഒരാൾക്ക് എതിരെ അല്ലെങ്കിൽ മുന്നണിക്കെതിരെ ഒരു പാർട്ടിക്കെതിരെ ഇത്രമാത്രം പ്രചരണം നടത്തണമായിരുന്നു. പ്രത്യേകിച്ചും അതില് BJP മുന്നോട്ട് വച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, അതായത് ഈ അത് വേണോ എന്നുള്ളത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ പ്രിന്റു, ഇക്കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായമുണ്ടല്ലോ, അവിടെ കോൺഗ്രസ് അല്ല ഞങ്ങളെ സഹായിച്ചവർ എന്ന്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പ്രവർത്തകരുടെ 27 വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പോ സത്യത്തിൽ ഈ ആം ആദ്മി പാർട്ടിയെ ആദ്യമായിട്ട് അധികാരത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണ്.
അന്ന് ആദ്യമായി വരുന്ന സമയത്ത് BJP 31 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. എന്നാൽ പിന്നീട് പരസ്പര വൈരികളായിരുന്ന ആം ആദ്മി പാർട്ടി കോൺഗ്രസ് പാർട്ടി BJP എതിർക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഈ ആം ആദ്മി പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. പിന്നീട് തൊട്ടടുത്ത ഇലക്ഷനിൽ നമ്മൾ കാണുന്നത് ഈ കോൺഗ്രസിന്റെ മുഴുവൻ വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു ആം ആദ്മി പാർട്ടിയിലേക്ക്. അപ്പോൾ BJPയുടെ വോട്ട് ബാങ്ക് മാറുന്നില്ല. 33% വോട്ട് പെർസെന്റേജും 3 സീറ്റുമാണ് BJPക്ക് കിട്ടിയത്. പിന്നീടും ഞങ്ങൾ നോക്കുന്ന സമയത്ത് 8 സീറ്റും 34% വോട്ട് ബാങ്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ 48 സീറ്റിലേക്ക് എത്തുന്നു. അപ്പൊ 27 വർഷത്തെ ഡൽഹിയിലെ BJP പ്രവർത്തകരുടെ അവരുടെ ആത്മവീര്യത്തിന്റെയും കരുത്തിന്റെയും വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നിതാന്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ചുണ്ടിനും കപ്പിനും ഇടയിൽ അധികാരം നഷ്ടപ്പെട്ടപ്പോഴും പോരാടിയപ്പോഴും ഒക്കെ തന്നെ BJPയുടെ പ്രവർത്തകർ. ശരിയാണ്. BJP 1998 ശേഷമാണ് ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇത് ആഘോഷത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയാണ്. പൊതുവേദിയിലേക്ക് വിളിക്കുക. കിരൺ ബാബു ചേരും.